ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ എന്ന് വന്നിട്ടുള്ളത്. ഡെയിലി റുട്ടീനിൽ കുറച്ച് മാറ്റം വരുമ്പോഴാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതിനേക്കാൾ ബേബി കുറച്ച് വലുതായിട്ടുണ്ട്, സോളിഡ്സ് കഴിക്കാൻ തുടങ്ങി, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ദിസ് ഇസ് ശ്രീലക്ഷ്മി മഠത്തിൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവൻ എണീറ്റു. പാല് കുടിച്ച് വീണ്ടും ഉറങ്ങാണ്. ഇപ്പൊ അവൻ ഞങ്ങളുടെ കൂടെ ബെഡിലാണ് കേട്ടോ കിടക്കണത്. ബാസിനെറ്റ് 3 months വരെ പാടും. സോ ഞങ്ങൾ അത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ വിറ്റു. 4 months വരെ ഞാൻ അവന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്തു. ഹി ലാച്ചസ് വെൻ ഹീ സ്ലീപ്പി, ബട്ട് ദെൻ സഡൻലി ഹി സ്റ്റോപ്ഡ് വൺ ഡേ. ഞാനിപ്പോൾ എക്സ്ക്ലൂസീവ്ലി പമ്പിങ് ആണ്. ഐ നോ ഇത് കേട്ടാൽ ഒരുപാട് ജഡ്ജ്മെന്റ്സ് വരുമെന്ന്, ബട്ട് ഐ ഡിഡ് വാട്ട് വർക്ക് ഫോർ മൈ ബേബി ആൻഡ് മൈ സെൽഫ്. സോ ഈ ടൈമിൽ ഒരു റൗണ്ട് ഡയപ്പർ ചേഞ്ച് കൂടി നടക്കും. ആക്ച്വലി ഇതൊരു സൺഡേ ആണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. സോ സന്ദീപിന്റെ ഓഫാണ്. അങ്ങനെ അവനെ ഉറക്കിയിട്ട് ഞാൻ പമ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ 4 times ആണ് ഇപ്പോൾ പമ്പ് ചെയ്യണത്. അവനത് ഒരു ദിവസത്തേക്ക് മോർ ദാൻ ഇനഫ് ആണ്. ആൾക്ക് പൊതുവെ പാലിനോട് വലിയ താല്പര്യമില്ല. ഓൺലി ഉറക്കം വരുമ്പോഴും പിന്നെ രാവിലെ എണീക്കുമ്പോഴൊക്കെ മാത്രമേ വേണ്ടൂ. ചിലപ്പോൾ ഞാൻ ബോട്ടിൽസും പമ്പൊക്കെ ഡിഷ് വാഷറിലാണ് കേട്ടോ കഴുകാറ്. അതിൽ തന്നെ സാനിറ്റൈസിങ് ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മേക്സ് മൈ വർക്ക് സിമ്പിൾ. ഓൾസോ ഇന്നലെ കഴുകി ഉണക്കാൻ വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ സ്റ്റോറേജ് ബോക്സിലേക്ക് വെക്കുകയാണ്. ബേബി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ, ഫീഡിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അധികവും ഡ്രൈ ആയതിനു ശേഷം ഒരു ക്ലോസ്ഡ് ഡബ്ബയിൽ വെക്കുന്നത് സേഫ് ആയിരിക്കും. ഓപ്പൺ ആയി പുറത്ത് വെക്കുമ്പോൾ ബാക്ടീരിയാസ് ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു മണിക്കൂറിന്റെ പണികളാണ് കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോഴേക്കും വിശന്ന് വയറ് കാണും. എനിക്ക് ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ടാണ് ആപ്പിൾ. ബട്ട് ആഫ്റ്റർ പ്രഗ്നൻസി ഇഷ്ടമില്ലാത്തത് അങ്ങനെയൊന്നും ഇല്ല. എന്താണോ അവൈലബിൾ അത് കഴിക്കും. ഐ ഷുഡ് സേ, എന്താണോ എക്സ്ട്രാ പണിയില്ലാതെ കഴിക്കാൻ പറ്റുക അതാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ്. മൺഡേ ആണ് ഒരു വീക്കിലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. എന്താ അറിയില്ല, ആ ലാസ്റ്റ് ഡേറ്റ് ഡ്യൂ സമയത്ത് എനിക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യാൻ തോന്നുള്ളൂ. അത് തീർത്തിട്ട് ഞാൻ കുറച്ച് നേരം കൂടി കിടക്കുകയാണ്. ഓൾറെഡി വെളിച്ചൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സൺഡേ ആയതുകൊണ്ട് എല്ലാം സ്ലോ ആൻഡ് ലേസിയാണ്. പ്ലസ് ഇന്ന് സന്ദീപ് ഉണ്ടല്ലോ ഹെൽപ്പിന്. സോ അഗെയിൻ അവനിപ്പോൾ ബാസ്നെറ്റിലല്ല കിടത്താം. ആൻഡ് ഹീസ് ലവിങ് ഇറ്റ്. വി റിയലി വോണ്ട് ടു ട്രാൻസ്ഫർ ഹിം ടു എ ക്രിബ്, ബട്ട് ഇൻ ഫ്യൂ മന്ത്സ് വി ആർ ഗോണ മൂവ് ഫ്രം ഹിയർ. സോ വെറുതെ സാധനങ്ങൾ കൂട്ടണ്ട പറഞ്ഞിട്ട് വാങ്ങാത്തതാണ്. അപ്പോൾ എണീറ്റിട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് ഡയപ്പർ ചേഞ്ചും പാലുടിയൊക്കെ കഴിഞ്ഞ് അമ്മമ്മയോടും മുത്തശ്ശിയോടും സംസാരിക്കുകയാണ്. ആ സമയം ഞാൻ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി പ്രിപ്പയർ ചെയ്യാണ്. യെസ്, ഹീ സ്റ്റാർട്ടഡ് ഹിസ് സോളിഡ്സ്. 4 months വെൽനസ് ചെക്കിന് ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ അവന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യണത് ഓട്സ് വെച്ചിട്ടാണ്. ഗർബർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ Stage 1 ഓട്ട് മീലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഒരു 1 to 2 tablespoon ഓട്സിൽ 4 to 5 tablespoon ബ്രസ്റ്റ് മിൽക്ക് ഒഴിച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം അവർ ഓക്കെ ആണ് പറയുകയാണെങ്കിൽ മാത്രം ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല അല്ലാതെ എന്തും കൊടുക്കുന്നതാവും നല്ലതെന്നാണ്. ഇപ്പോൾ കൊടുക്കുന്ന ഓട്സ് ആയാലും കൂടി അവൻ കുടിക്കുന്ന പാലിനെ റീപ്ലേസ് ചെയ്യാനല്ല. സ്റ്റിൽ ഹിസ് പ്രൈമറി ന്യൂട്രീഷൻ ഇസ് ബ്രസ്റ്റ് മിൽക്ക്. കുറച്ച് ഫ്ലൂയിഡി ആയിട്ടാണ് കേട്ടോ കൊടുക്കണം. ഇതവൻ്റെ ഫസ്റ്റ് വീക്കാണ് സോളിഡ്സ് കഴിക്കാൻ തുടങ്ങിയിട്ട്. ബട്ട് ഹീ ഹാവ് 0 patience. വേഗം കൊടുക്കണം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ക്ലീൻ ചെയ്തു, ഡ്രസ്സ് മാറ്റി, വിറ്റമിൻ ഡി കൊടുക്കുന്ന ടൈമും കൂടി ഇതാണ്. ഇപ്പോൾ ഭയങ്കരമായ ക്ലീനിങ് ആവശ്യമാണ്. അങ്ങനെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഉഷാറായി. ഇനി ഉറങ്ങണ പരിപാടിയാണ്. ബട്ട് അവൻ ടൂ മച്ച് എനർജറ്റിക് ആയപ്പോൾ ഓക്കെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് ഉറക്കാൻ കരുതി. അപ്പോൾ സന്ദീപ് അവനെ കളിപ്പിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാനെടുക്കാൻ ടൈം കിട്ടുക. സോ ഞാൻ 2 പേർക്കും കോഫി ഉണ്ടാക്കുകയാണ്. ഞാൻ ഡീകാഫ് കോഫിയാണ് കേട്ടോ കുടിക്കണം. അതിൽ കഫെയിൻ നല്ലോണം കമ്മിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇപ്പം തന്നെ ഉണ്ടാക്കുകയാണ്. പിന്നെ നേരത്തെ ഡിഷ് വാഷറിലിട്ട ബോട്ടിൽസ് ഒക്കെ ഡ്രൈ ചെയ്യാനായിട്ട് മാറ്റാണ്. ഇതാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. 1 egg, half an avocado ആൻഡ് കോഫി. ഇപ്പോൾ ഡൈനിങ് ഏരിയയും കിച്ചണും ലിവിങ് റൂമും എല്ലാം ഇവിടെയാണ്. കുറച്ച് വലുതായപ്പോൾ നമ്മൾ അവൻ്റെ അടുത്തുനിന്ന് പോയാൽ തന്നെ കരയാൻ തുടങ്ങും. അപ്പോൾ ഒരാൾ എപ്പോഴും അവൻ്റെ അടുത്ത് തന്നെ വേണം. ഇനി ഉറങ്ങേണ്ട ടൈമാണ്. ഈ ടൈമിൽ ഉറക്കം അവൻ തന്നെ ചോദിച്ചു വാങ്ങും. സോ അത്ര പണിയില്ല നമുക്ക്. അവൻ ഉറങ്ങുന്ന ടൈമിൽ കുറച്ച് ക്ലീനിങ്ങും കുളിക്കലും ഒക്കെ തീർക്കാണ്. ഇന്ന് അവൻ കുറച്ച് നേരത്തെ തന്നെ ഉറങ്ങി എണീറ്റു. സോ ഞാൻ കുളിച്ച് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവൻ എണീറ്റിട്ട് അവൻ്റെ അച്ഛൻ്റെ കൂടെ കളിക്കുകയാണ്. നമ്മൾ അവനോട് സംസാരിക്കുന്നത് അവന് നല്ല ഇഷ്ടമാണ്. നല്ല വൈഡായിട്ടുള്ള സ്മൈലൊക്കെ തരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ അങ്ങനത്തെ സൗണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് ഉടനെ നെക്സ്റ്റ് ഫീഡിങ് ആണ് കേട്ടോ. സോ ഡോക്ടർ പറഞ്ഞത് ഓട്സ് കൊടുക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേയും 1 മണിക്കൂർ ശേഷം പാൽ കൊടുക്കാനാണ്. വെള്ളം 6 months കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സൺഡേസും വീടിൻ്റെ അടുത്ത് ഫാർമേഴ്സ് മാർക്കറ്റ് ഉണ്ട്. ഞങ്ങൾ പ്രഗ്നൻസി ടൈമിൽ ഫുള്ള് വെജീസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ്. ഇവൻ ഉണ്ടായതിനു ശേഷം ഇന്നാണ് ആദ്യമായിട്ട് പോകണം.
സോ അതിന് റെഡി ആയിട്ട് പോവാണ്. ഇവിടെ നല്ല ഓർഗാനിക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. സോ നെക്സ്റ്റ് വീക്ക് മിഡില് ഇവന് വെജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത്ര ക്രൗഡൊന്നും ഇല്ലാത്ത നല്ല പീസ്ഫുൾ ആയ മാർക്കറ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ സൺഡേസ് ഇവിടെ വരാറുണ്ട്, ചുമ്മാ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. ഇവിടെ വന്ന ഈ കോണ ഷേപ്ഡ് ഐസ് ഞാൻ എന്തായാലും വാങ്ങട്ടോ. ഐ റിയലി ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. വിയേർഡ് തിങ് എന്താ വെച്ചാൽ എനിക്ക് ഐസ് വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾക്കും ഉണ്ടോ ഇതുപോലത്തെ വിയേർഡ് ഇഷ്ടങ്ങൾ? എന്തായാലും താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഐ വുഡ് ലവ് ടു റീഡ്. അപ്പോൾ നമ്മുടെ അലാം ക്ലോക്ക് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവൻ കരയാതെ ആ സ്ട്രോളറിൽ നിന്ന് ഇറങ്ങാനായിട്ടാണ്. തീരെ ഇഷ്ടമല്ല കാർ സീറ്റും സ്ട്രോളറൊന്നും. ഈ മാർക്കറ്റ് നടക്കുന്നത് ഡൗൺ ടൗണിലാണ്. എല്ലാ സിറ്റീസിനും ഒരു ഡൗൺ ടൗൺ ഉണ്ടാവും. അവിടെ നല്ല ഹാപ്പനിങ് ആയ സ്ഥലമാണ്. കുറേ ഷോപ്പിങ്ങും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. വെർ ലോട്ട് ഓഫ് കിഡ്സ് കം ആൻഡ് പ്ലേ. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരിക്കാമെന്ന് കരുതി. അവൻ ഈ പ്രായത്തിലെ കുട്ടികളെ നല്ല ഇഷ്ടമാണ്. ഫാർമേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബ്രൗണിയും കഴിച്ച് ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു. അവൻ ഉറങ്ങും ചെയ്തു. വീട്ടിലെത്തിയത് എണീറ്റ് കേട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം കൊഞ്ചിക്കൽ നല്ല ഇഷ്ടമാണ് ആൾക്ക്. സോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫുഡ് ഫാർമേഴ്സ് മാർക്കറ്റിൽ നിന്നാണ്. ഇത് നെത്തോലി ഫ്രൈ ആണ് കേട്ടോ. പിന്നെ ചൗമീനും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ അടുത്ത് ആൾ വേണ്ടതുകൊണ്ടും ഞങ്ങൾക്ക് വിശന്ന് കണ്ണ് കാണാത്തതുകൊണ്ടും ഇങ്ങനെയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കണം. പിന്നെ ഞങ്ങൾ 3 പേരും കിടന്നുറങ്ങിട്ടോ. പിന്നെ എണീറ്റിട്ട് അവൻ്റെ ഫീഡിങ്ങും ഡയപ്പർ ചേഞ്ചും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇരിക്കാൻ പാടില്ല, അവൻ എടുത്തിട്ട് നടക്കണം. സോളിഡ്സ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മോഷൻ കുറച്ച് കഷ്ടമാണ്. സോ ആൾട്ടർനേറ്റീവ് ഡേയ്സിലേ ചിലപ്പോൾ പോകാറുള്ളൂ. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഗ്രൈപ്പ് വാട്ടർ കൊടുക്കാറുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ എന്തായാലും പോകാറുണ്ട്. ഇങ്ങനത്തെ കളികളൊക്കെയാണ് ഇപ്പോൾ അവന് താല്പര്യം. ആകമൊത്തം അവനൊരു എനർജറ്റിക് വൈബ് വേണം. അവനിപ്പോൾ നല്ല പ്ലസൻ്റ് ആയി കളിക്കുന്ന ടൈമാണ്. അപ്പോഴേക്കും ഞാൻ കുറച്ച് പണികളൊക്കെ തീർക്കാണ്. നാളെ മൺഡേ ആണ്, സന്ദീപിന് വർക്കിന് കയറണം. അപ്പോൾ എൻ്റെ ഒരു വീക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനത്തെ ബേസിക് പണികൾക്കൊന്നും സമയം കിട്ടാറില്ല. സോ 3rd പമ്പ് ഓഫ് ദി ഡേ ആണിപ്പോൾ. ഞാൻ ടോട്ടലി 4 പമ്പ്സ് ആണ് ചെയ്യണത്. ഇപ്പോൾ അവൻ്റെ അച്ഛമ്മയും അച്ഛനോടൊക്കെ സംസാരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫീഡ് ചെയ്യണ സമയത്ത് നമ്മുടെ മുഖത്ത് കൈവയ്ക്കുക, നോട്ടം കൊണ്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. തലയൊക്കെ ഒന്ന് ഉറച്ചപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവനെ ശരിക്കും ഒന്ന് എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ കുറച്ച് ഒബ്സഷൻ തന്നെയാണ് അവനെ എടുക്കൽ രണ്ടുപേർക്കും. വെറുതെ അല്ല അവൻ മേത്തുനിന്ന് പോവാത്ത. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബട്ട് ഇപ്പോൾ അല്ലേ എടുക്കാൻ പറ്റൂ, വലുതായി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി അടുത്തത് എണ്ണ തേച്ച് കുളിപ്പിക്കലാണ്. അവന് കുളിക്കാൻ നല്ല ഇഷ്ടമാണ്. ബട്ട് എണ്ണ തേക്കൽ അത്ര താല്പര്യമില്ല. ഇപ്പോൾ ഡെയിലി എണ്ണ തേപ്പിക്കാൻ തുടങ്ങിട്ടോ. Look at him, how relaxed he is. ഈ മോയ്സ്ചറൈസർ ഇടലും എണ്ണ തേക്കലൊന്നും അവന് ഇഷ്ടമല്ല. തുണി ഇടൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെ ഒരു ദിവസം തിമിർക്കൽ കഴിഞ്ഞു. അവൻ ഉറങ്ങാൻ പോവാണ്. ഈ ഓമനത്തിങ്കൾ കിടാവ് പാട്ട് അവൻ ന്യൂ ബോൺ ആയിരുന്ന സമയത്ത് തൊട്ട് കേൾക്കണതാണ്. അവന് നല്ല ഇഷ്ടമാണ്. ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അവൻ ഉറങ്ങി. ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാണ് രണ്ടുപേരും കൂടി. സന്ദീപ് ചപ്പാത്തി കുക്ക് ചെയ്യാണ്. ചപ്പാത്തി പറഞ്ഞാൽ റെഡി ടു കുക്ക് ചപ്പാത്തിയാണ് കേട്ടോ. വീക്കിലി വൺസ് ആണ് ഇപ്പോൾ കുക്ക് ചെയ്യാറ്. സോ ബിണ്ടി മസാല, കടലക്കറി, ചപ്പാത്തി, അതാണ് ഇന്ന് ഡിന്നർ. കഴിക്കൽ കഴിഞ്ഞ് സന്ദീപ് അവൻ്റെ അടുത്ത് പോയി കിടന്നു. ഞാൻ കുറച്ച് നേരം എഡിറ്റിംഗ് ചെയ്യും. ഓൾസോ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ടാസ്ക്സ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈസിയാണ് ആൻഡ് മിസ്സാവില്ല. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.